ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നെയിൽ ഇൻഫെക്ഷൻ അഥവാ കുഴിനഖം ഉള്ളവർക്കുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ ഒരു 5-6 പീസ് എടുത്ത് നമ്മൾക്ക് നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. തോലുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും അത് കളഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. അഴുക്കുകൾ നഖത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ ആരും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് ആ നഖത്തിൻ്റെ സൈഡിലായിട്ട് പഴുത്ത് വീർത്ത് അത് ഒരു ഫംഗൽ ഇൻഫെക്ഷനായിട്ട് മാറും. അതുപോലെ തന്നെ ചെളി പ്രദേശത്തൊക്കെ നടക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വളംകടി അതുപോലെ തന്നെ ഈ കുഴിനഖം ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായവർക്ക് അറിയാം അതിൻ്റെ ആ വേദനയുടെ ആ ഒരു കാഠിന്യം. അപ്പം നമ്മൾക്ക് നാച്ചുറലായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ ചേർത്ത് തന്നെ നമുക്ക് അതിന് ഒരു പരിഹാരമുണ്ടാക്കാം. നെയിൽ കട്ടർ ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും ഉള്ളിലേക്ക് കയറ്റി നമ്മൾ മുറിക്കരുത് കേട്ടോ, അത് അപകടമാണ്. അങ്ങനെ ചെയ്താൽ അതൊരു പ്രശ്നമാകും. പിന്നെയും അതുപോലെ തന്നെ ഇതുപോലെ കുഴിനഖമായിട്ട് മാറുവാനായിട്ട് സാധ്യതയുണ്ട്. കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ആ നഖത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ പൊങ്ങി പഴുത്ത് വരാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കതൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾക്ക് ഇടികല്ലിലോ അല്ലെങ്കിൽ അരകല്ലിലോ ഒക്കെ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കണം. കാരണം അതിൻ്റെ നീരാണ് നമ്മൾക്ക് കൂടുതലായിട്ടും, അപ്പോൾ ചതയ്ക്കുമ്പോൾ അതിൻ്റെ നീരിറങ്ങി വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾക്കത് ചതച്ചെടുക്കേണ്ടത്. അപ്പം ഈ മണ്ണിൽ പണി ചെയ്യുന്നവർക്കൊക്കെയാണ് ചെളിയിൽ ചവിട്ടുന്നവർക്ക് മണ്ണിൽ പണി ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലും ഇതുണ്ടാകാറുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് എപ്പോഴും നമ്മളുടെ മണ്ണിൽ പണി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ കാലും കൈയും വിരലുകളിൽ നഖങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് സിമ്പിൾ മെത്തേഡ് ഒരു ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുത്താൽ ആ നഖത്തിന് ചുറ്റുമുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിതുപോലെ കുഴിനഖം ഉണ്ടാകത്തില്ല. കുഴിനഖം ഉണ്ടായാൽ ഭയങ്കര വേദനയാണ്, എത്ര ദിവസം പിടിക്കും. അത് ആ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട, പിന്നെ അത് ഉണങ്ങി വരാനായിട്ട് ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ ആ വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നാച്ചുറലായിട്ടുള്ള മരുന്നാണ്, കെമിക്കലൊന്നും അല്ല ഇത്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി അത് എല്ലാം കൂടി യോജിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വയ്ക്കുക. ആ കല്ലുപ്പൊക്കെ ഒന്ന് ഉരുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി, അതുപോലെ ആ വെള്ളങ്ങളെല്ലാം വെളുത്തുള്ളിയിലെ നീരും അതുപോലെ തന്നെ വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കതൊന്ന് വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് അത് എടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതുപോലെ ആ കല്ലുപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മിശ്രിതമാണ് നമ്മളുടെ കുഴിനഖത്തിൽ പുരട്ടേണ്ടത്. ഇത് പുരട്ടിയാൽ നമ്മളുടെ കുഴിനഖം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കത് കുറേശ്ശെ എടുത്ത് പുരട്ടാം. ഒരു രാവിലെയും വൈകുന്നേരവും നമ്മളുടെ ആ കുഴിനഖം ഉള്ള ഭാഗത്ത് അത് പുരട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു 3 ദിവസത്തോളം അങ്ങനെ ചെയ്താൽ നമ്മളുടെ ആ കുഴിനഖത്തിലുള്ള ആ ഇൻഫെക്ഷനൊക്കെ മാറി, ആ പഴുപ്പൊക്കെ മാറി നമ്മളുടെ ആ വേദന നമ്മളുടെ കയ്യിലും ഉണ്ടാകാറുണ്ട്. കയ്യിലെ നഖത്തിന് ചുറ്റും നമ്മൾ മീൻ വെട്ടുമ്പോഴും അതുപോലെയുള്ള മണ്ണിൽ പണിയുമ്പോഴും ചട്ടിയിലൊക്കെ നമ്മൾ മണ്ണ് നമ്മളുടെ കയ്യിൽ ചെടിച്ചട്ടിയൊക്കെ നമ്മൾ ചെടിയുടെ ചൂടൊക്കെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൈകൾ കണ്ടോ. എന്നിട്ട് നമ്മൾക്ക് ആ മിശ്രിതം ഇതുപോലെ കയ്യിലും അതുപോലെ തന്നെ ആ കാലിൻ്റെ ഈ ഭാഗത്തുമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീർത്ത് വരുന്ന ആ ഇൻഫെക്ഷനുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ നീരൊക്കെ വെറ്റി ആ പഴുപ്പൊക്കെ മാറി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് റിസൾട്ട് കിട്ടും. ഒരു 3 ദിവസം നമ്മൾ ഇതുപോലെ 2 നേരം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് നമ്മൾക്ക് രാവിലെയും വൈകുന്നേരം ഇതുപോലെ തേച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ആ നീരൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അത് കഴുകിക്കളയുക. ഉണ്ടോ, ഇങ്ങനെ തേച്ചാൽ നമ്മളുടെ കുഴിനഖം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. 2-3 ദിവസം കൊണ്ട് നമ്മളുടെ ആ വേദനയും മാറും, അതുപോലെ അതിലെ പഴുപ്പും എല്ലാം മാറി ക്ലീൻ ആകും.
അപ്പം നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് അതുപോലെ തന്നെ വളങ്കടിയുള്ള ഭാഗത്തും ഇതുപോലെ തന്നെ വെച്ചാൽ ആ വളങ്കടി ആ ഫംഗസൊക്കെ നശിച്ചു പോകും. അതുപോലെ ഇൻഫെക്ഷനൊക്കെ പോകും. അപ്പോൾ നമ്മൾക്ക് ഇത് നല്ല ഒരു നാച്ചുറൽ മരുന്നാണ്. വളങ്കടിയുള്ളവരും കുഴിനഖമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ ഇഫക്റ്റീവാണ്. ഓക്കെ.